സോപ്പിട്ടോ പക്ഷെ പതപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഡയലോഗ് ഉണ്ട്. പക്ഷേ എം.എ. ബേബി ഇപ്പോൾ എന്താ സോപ്പ് ഇടുക മാത്രമല്ല, സോപ്പിട്ടിട്ട് ഇങ്ങനെ പതപ്പിച്ചുകൊണ്ടിരിക്കുക പിണറായി വിജയനെ. അദ്ദേഹം ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ്, പാർട്ടിയുടെ ഏറ്റവും പ്രഥമ സ്ഥാനത്തേക്കാണ് എത്തിയിരിക്കുന്നതെന്നുള്ള ബോധം അദ്ദേഹത്തിനില്ല. ഇപ്പം മുഖ്യമന്ത്രിയുടെ മകളിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വരിക, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിണറായി വിജയനെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കാരണവരാണ്, ഒരു മഹാനായ വ്യക്തിത്വമാണ് പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞിട്ട് വാനോളം പുകഴ്ത്തുകയാണ് പിണറായിയെ. എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു തേജോവികാരം? എന്താണ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം പിണറായിയുടെ ഒരു കഴിവ് കൊണ്ട് കിട്ടി, അതിൻ്റെ ഒരു നന്ദി പറച്ചിലായിരിക്കുമോ ഇതൊക്കെ? ഗൗതം, ഇത് ഈ പറയുന്ന പോലെ കേരളത്തിലെ 3 അധികാര കേന്ദ്രങ്ങളാണുള്ളത്. ഒന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ്റെ അധികാര കേന്ദ്രം, പിന്നെ പിണറായി വിജയൻ്റെ അധികാര കേന്ദ്രം, പിന്നെ മൂന്നാമതൊരു അധികാര കേന്ദ്രം എന്ന് പറയുന്നത് അത് പാർട്ടി സെക്രട്ടറിയുടെയും ഈ പറയുന്ന എന്താ പറയുക മുഖ്യമന്ത്രിയുടെ അധികാര കേന്ദ്രം തന്നെയാണ് വലുത്. അപ്പോൾ തനിക്ക് കേരളത്തിൽ ഒരു റോളിൻ്റെയും ആവശ്യമില്ല, താൻ കേരളത്തിൻ്റെ ആളല്ല. കാര്യം ബേബിയെ സംബന്ധിച്ച്, ബേബി ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയി കഴിയുമ്പോൾ, ഇപ്പോൾ ഗൗതം ചോദിച്ച പോലെ നന്ദി പ്രകടനമാണോ എന്ന് ചോദിച്ചാൽ ഞാനൊരിക്കലും അങ്ങനെ കരുതുന്നില്ല. കാര്യം ബേബിയെ പോലെ ഒരു ബുദ്ധിരാക്ഷസൻ, ബേബിയുടെ രാഷ്ട്രീയത്തിലെ സ്കൂൾ എന്ന് പറയുന്നത് EMSനോടൊപ്പമാണ് ഈ പറയുന്ന ശിഷ്യനായിരുന്നു. EMSന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ കണ്ടു വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ ബേബിയെ ശരിക്കും ഈ കേരള ഘടകം ഇപ്പോൾ പിന്താങ്ങി എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി നമുക്കറിയാം ഈ പറയുന്ന CCയിൽ നടന്ന മത്സരം പോലും, അതായത് അശോക് ധവള എന്ന ഒരു നേതാവ്, അദ്ദേഹം ഈ പറയുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവാൻ യോഗ്യതയുള്ള ഒരാളാണെന്നും അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി ആക്കണമെന്നും കേരളത്തിന്റെ അപ്രമാദിത്യം ഇവിടെ ഇപ്രാവശ്യം നടത്താൻ പാടില്ലെന്നും ബേബി ആകരുതും എന്നും അവർ മറ്റ് സംസ്ഥാന ഘടകങ്ങൾക്ക് തീരുമാനമുണ്ടായിരുന്നു. അവിടെ അശോക് ധവളയെ ആക്കിക്കഴിഞ്ഞാൽ പിണറായി ചിലപ്പോൾ തുടക്കം മുതൽ തന്നെ പിണറായിയെ നിലത്തിരിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ പാർട്ടിയുടെ ഇടപെടലുകൾ പല കാര്യങ്ങളിലും ഉണ്ടാകുമെന്ന് പിണറായിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ PBയിലെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ബേബി വന്നതാണ്. അല്ലാതെ ബേബിക്ക് കേരള ഘടകത്തിന്റെ ഹാർഡ് കോർ സപ്പോർട്ടൊന്നും ഉണ്ടായിട്ട് വന്നതായിരുന്നു. ചെറുതായിട്ട് ബംഗാൾ ഘടകത്തിന്റെ എതിർപ്പും ഈ പറഞ്ഞ ബാക്കി ത്രിപുര, ആന്ധ്രാപ്രദേശ്, ഇങ്ങനെ ബാക്കിയുള്ള ഇത് പാർട്ടി ഇപ്പോൾ ആകെ ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. PBയിലെയും സെൻട്രൽ CCയിലെയും ഏറ്റവും പ്രഥമ സ്ഥാനത്തിരിക്കുന്ന ഒരു ആളാണ് പിണറായി വിജയൻ, പ്രായം കൊണ്ടും അനുഭവ സമ്പത്തൊക്കെ കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പിണറായിയുടെ വാക്ക് അവിടെ ഒരു ആര് ജനറൽ സെക്രട്ടറി ആകണം എന്നതിൽ വളരെ നിർണായകമായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പം സ്വാഭാവികമായിട്ടും പിണറായി അനുകൂലിച്ചത് തനിക്ക് വാലാട്ടി നിൽക്കാൻ ആർക്ക് കൊണ്ട് സാധിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അശോക് ധവളയാണ് വന്നിരുന്നെങ്കിൽ പിണറായിയുടെ പണികളൊന്നും നടക്കില്ലായിരുന്നു എന്നൊരു അടക്കം പറച്ചിലും. ബംഗാളിലെ മുഹമ്മദ് സലീം തുടങ്ങിയിട്ടുള്ളവരൊക്കെ തന്നെ പിണറായിക്ക് എതിരാണ്. അതായത് EMS പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുന്ന സമയത്ത് ഈ പറയുന്ന ബംഗാൾ ഘടകവും കേരള ഘടകം അന്ന് വലുതായിട്ടൊന്നും അധികമില്ല. CCയിൽ കേരളത്തിൽ നിന്ന് ആളൊന്നും അധികമില്ല. ഇപ്പോൾ കേരള ഘടകത്തിന് ആള് വന്നത് കേരളത്തിൽ ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടി ഇന്ത്യയിലൊട്ടാകെ CPM ഭരിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് കേരളമായതുകൊണ്ടുമാണ് ഈ CCയിൽ ഒരു ഇത്രയും പേര് വന്നത്. പിന്നെ ഇപ്പോൾ ഇദ്ദേഹം പുകഴ്ത്തി പറയുന്ന പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വേണ്ടത് പിണറായിയെ തെറി പറയുന്നത് പറയാനാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വേണ്ടത് പിണറായിയെ പറയുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശിച്ച് ചെന്നിരിക്കുമ്പോൾ ഒരിക്കലും ബേബി ഈ അവസരത്തിൽ അത് പറയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം ബേബി ഇപ്പോ ഗൗതം പറഞ്ഞതുപോലെ ബേബി ഇപ്പം പിണറായി വാഴ്ത്തി, ബേബി വാഴ്ത്തി മറ്റൊന്നും കൊണ്ടല്ല. ആ ബേബി ഇപ്പോ ജനറൽ സെക്രട്ടറി ആയതിന്റെ പിന്നിൽ ഇപ്പോ ഗൗതം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പിണറായിക്ക് ഒരു പങ്കുണ്ട്. പിണറായി പറയുന്നത് കേൾക്കാനിരിക്കുന്ന EP ജയരാജൻ, CCയിലുള്ള EP ജയരാജൻ, ക്ഷണിതാവായിരിക്കുന്ന ശൈലജയായാലും ഗോവിന്ദനായിരുന്നാലും വേറെ ആരെല്ലാം ഇതിനകത്തുണ്ട്. CCയിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളവരായാലും, ഇപ്പോൾ പുത്തലത്ത് ദിനേശൻ വന്നിട്ടുണ്ട്, ജോൺ ബ്രിട്ടാസ് വന്നിട്ടുണ്ട്, സലീഖ വന്നിട്ടുണ്ട്, TP രാമകൃഷ്ണൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ വന്നിരിക്കുന്ന ഇവരെല്ലാം തന്നെ പിണറായി ഇപ്പോൾ പ്രത്യേക ക്ഷണിതാവായിരിക്കാം PBയിൽ. പക്ഷേ പിണറായിയുടെ നിഴലുകൾ ഒരുപാട് അതിനകത്ത് CCക്കകത്ത് അദ്ദേഹം ഇരുത്തിയിട്ടാണ് അദ്ദേഹം പുറത്തിപ്പം അദ്ദേഹം നിൽക്കുന്നത്. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് വ്യക്തിവൽക്കരണം പാർട്ടിക്കെതിരാണ് എന്ന് കുറേ കാലം മുമ്പ് വരെ നല്ല സഖാക്കൾ, വ്യക്തിപൂജ, അതെ, അതൊക്കെ മോശമാണ് എന്ന് നല്ല സഖാക്കൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് 2016 ശേഷം ഒരു പിണറായിസ്റ്റ് കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ അതിലേക്ക് വന്നപ്പോൾ ഇത് മുഴുവൻ ഈ വ്യക്തിവൽക്കരണം എന്ന് പറയുന്ന സംഗതിയിലേക്ക് ചുരുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പൊതുജനമടക്കം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ
എപ്പോഴും സൈദ്ധാന്തിക മേമ്പൊടിയോടുകൂടി സംസാരിച്ചിരുന്ന ബേബി, പല കാലഘട്ടത്തിലും ബേബിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് ആളുകൾ കണ്ടിരുന്നത്, സഖാക്കന്മാരൊക്കെ കണ്ടിരുന്നത് ഒരു ദാർശനിക മുഖം, ഒരു സൈദ്ധാന്തിക അടിത്തറ ബേബിക്കുണ്ടായിരുന്നു എന്നതാണ്, മറ്റു ആളുകളെയൊക്കെ അപേക്ഷിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ PBയിൽ എത്താൻ പറ്റിയ ജനറൽ സെക്രട്ടറി ആയിട്ട് വരാൻ വേണ്ടി സാധിച്ചതും എന്നും വിലയിരുത്തലുണ്ട്. അപ്പൊ ഈ സൈദ്ധാന്തിക മേമ്പൊടിയുള്ള EMSന്റെ ശിഷ്യനായിട്ട് പ്രവർത്തിച്ചിരുന്ന, അങ്ങനെ വലിയ പ്രവർത്തന പാരമ്പര്യമുള്ള, പഠന മികവുള്ള ബേബി ഈ വ്യക്തിവൽക്കരണത്തെ, വ്യക്തിപൂജയെ ഈ അഭിനന്ദനത്തിലൂടെ, ഈ വല്ലാത്ത രീതിയിലുള്ള പുകഴ്ത്തലിലൂടെ ശരിവെക്കുകയല്ലേ? അതായത് മറ്റൊന്നുമല്ല, ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഇന്ത്യ ഒട്ടുക്കുള്ള മാധ്യമങ്ങൾക്കും ചിലപ്പോൾ പിണറായിയെ ഇദ്ദേഹം പലതും പറയും, അത് പിണറായിസത്തിനെ പറയുമെന്ന് ധരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൗശലം, അതായത് ബേബി എന്ന രാഷ്ട്രീയക്കാരൻ്റെ കൗശലം. നമ്മളീ പറഞ്ഞ EMSനോടൊപ്പം നടന്നെന്ന് പറയുകയാണെങ്കിൽ അത്തരം കൗശലങ്ങൾ, രാഷ്ട്രീയ കൗശലം ബേബിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആവശ്യമാണ്. കാര്യം ബേബി ഇപ്പൊ പിണറായി എന്ത് പറഞ്ഞുകൊണ്ടാ ചീത്ത പറയേണ്ടത്? ഇപ്പൊ പിണറായി ചീത്ത പറയാനായിട്ട് പ്രതിപക്ഷം പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ മകളുടെ കേസ് SFI അന്വേഷണത്തെ കുറിച്ച് പറയൂ, SFI അന്വേഷണത്തെ കുറിച്ച് പറയൂ, അങ്ങനെ പറയാൻ പറ്റൂ? ഞാൻ പറയട്ടെ, ഇപ്പം പിണറായി കേരളത്തിന്റെ കാരണവരായി മാറിയിരിക്കുന്നു. ഒരു കാരണവരുടെ രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. പ്രളയവും മഹാമാരി ഒക്കെ വന്നപ്പോൾ സംരക്ഷിക്കാനായിട്ട് ഒരു കാരണവരെങ്ങനെയാണോ ഇടപെടുക അതുപോലെയാണ് ഇടപെട്ടെന്നൊക്കെയാണ് ബേബി പറയുന്നത്. ഈ വാർത്തയ്ക്ക് ചുവടെ വന്ന പൊതുജനത്തിന്റെ കുറച്ച് കമന്റുകളുണ്ട്. ആ കമന്റുകൾ ഞാനൊന്ന് വായിക്കാം. അതിലൂടെ തിരിച്ചറിയണം യഥാർത്ഥത്തിൽ എന്താണ് സത്യാവസ്ഥ എന്ന്. ഞാനും കേരളക്കാരനാണ്, പക്ഷെ എനിക്ക് പിണറായി വിജയൻ ഒരു ഡാഷ് ആയിട്ടാണ് തോന്നിയത്. ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാരണമൂതൻ എന്ന് ബേബിച്ച വെറും കാരണോറാക്കണ്ട, അതാണ് മറ്റൊരു കമന്റ്. മിസ്റ്റർ ബേബി, പിണറായി താങ്കളുടെ കാരണവനാണെന്ന് പറഞ്ഞാൽ മതി, കേരള സമൂഹത്തിൻ്റെ എന്ന് പറയുവാൻ താങ്കൾക്ക് അവകാശവുമില്ല. ഇനി കൂടുതൽ പുകഴ്ത്തണമെങ്കിൽ കേരളത്തിൻ്റെ നികൃഷ്ടജീവി എന്ന് പറയുക. ഈ കമന്റ് എഴുതിയിരിക്കുന്നത് സോമൻ PR. ദേശാഭിമാനി പരനാറി എന്ന് പറയുന്ന ഒരു പേരിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത്, ദേശാഭിമാനി മാത്രം വായിക്കുന്നത് കൊണ്ട് മറ്റൊന്നും അറിയുന്നില്ല. കേരളീയ സമൂഹത്തിൻ്റെതെന്ന് പറയരുതേ, ദൈവത്തെ ഓർത്ത്. താങ്കൾക്കില്ലെന്നറിയാം കുറച്ച് CPMകാരുടെ കാർന്നവര്. ഇങ്ങനെയാണ് പൊതുജനത്തിന്റെ ഭാഗത്ത് ഇതില് ബേബി പറയുന്നുണ്ട് എന്തൊരു ജനകീയതയാണ് പിണറായിക്കുള്ളത് എന്ന്. ഇയാള് പിണറായി സഖാവിനെ ഒരു കാലഘട്ടത്തിൽ വരെ അദ്ദേഹം വളരെ മികച്ച മികവ് പുലർത്തിയിരുന്ന ഒരു സെക്രട്ടറി ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവത്തെക്കുറിച്ചൊക്കെ വൈഭവത്തെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് സഖാവ് പിണറായി ഇപ്പം ഇങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു അഹങ്കാരത്തിന്റെ മുയമ്പൊടി വല്ലാതെ കൂടിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു അധികാര ദുഷ്പ്രഭുത്വമൊക്കെ വന്നു പെട്ടിട്ടുണ്ടോ എന്ന് സ്നേഹം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അല്ലാതെ ഒരു വെറുപ്പ് കൊണ്ടല്ല. ഈ വിമർശനങ്ങളൊക്കെ വരുന്നത് സഖാവ് പിണറായിയോടുള്ള സ്നേഹത്തിൽ നിന്നാണെന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പോലും മനസ്സിലാക്കേണ്ടത്. പറഞ്ഞോളൂ. അതായത് ഗൗതം, ഇതിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അതായത് ബേബി എന്ന പുതിയ ജനറൽ സെക്രട്ടറി കേരള ഘടകത്തിൻ്റെ സപ്പോർട്ടോടുകൂടി അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയെന്നിരിക്കാം, അല്ലെങ്കിൽ ആണ്. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളും സമൂഹം ഇപ്പം താങ്കൾ ഇപ്പോൾ കാണിച്ച പോലെ, കമന്റുകളൊക്കെ കാണിച്ചതുപോലെ, ഇവരെല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ ബേബി ഒരിക്കലും പറയില്ല. ബേബിക്ക് അത്ര ബുദ്ധിശൂന്യതയില്ല. ബേബി ഈ അവസരത്തിൽ ഇങ്ങനെ പറയൂ. ബേബി ഇവിടെ ബുദ്ധിശൂന്യതയല്ല, ബേബി ഈ അവസരത്തിൽ പിണറായി മോശക്കാരനാണ്, അദ്ദേഹത്തിന്റെ ഞാൻ പറയട്ടെ, അന്വേഷണം നേരിടുന്നതുകൊണ്ട് അദ്ദേഹം മോശക്കാരൻ, അദ്ദേഹം ഇരിക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. നോക്കൂ, ഒരു സഖാവ് എന്ന നിലയില് ഒരു വ്യക്തി സമയമായില്ല, ഒരു സഖാവ് പറയട്ടെ, ഒരു സഖാവ് എന്ന നിലയിൽ ഒരു വ്യക്തി, ഗൗതം, അത് പറയാൻ സമയമായില്ല. ഇപ്പൊ അദ്ദേഹം P ജയരാജനെ കുറിച്ച് പറയും, ജീവിക്കുന്ന നിങ്ങൾ വെറുതെ, ഞാൻ തമാശയല്ല പറയുന്നത്. അതായത് അദ്ദേഹം അത് പറയാൻ സമയമായില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സഖാവ് അയ്യപ്പട്ടൻ മനസ്സിലാക്കേണ്ടത്, അത് എനിക്ക് ആ കാര്യം മനസ്സിലായി, അതൊരു പ്രാക്ടിക്കൽ വശമാണ് അയ്യപ്പട്ടൻ പറയുന്നത്, അങ്ങനെ പറ്റൂ. പക്ഷേ ഒരു സഖാവ് എന്ന നിലയിൽ പുലർത്തേണ്ട ഒരു സത്യസന്ധതയുണ്ട്. അത് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഒരുപാട് പല ഘട്ടങ്ങളിലും ആളുകൾ പുലർത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരോട് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം ജനങ്ങൾക്കുള്ളത്. ബേബി ഇപ്പൊ ഈ പ്രതികരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം തെറിച്ചു പോകും.
അതാ ഞാൻ പറയുന്നത്. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. MA ബേബി എന്ന നേതാവിനെ നിങ്ങളടങ്ങുന്ന യുവതലമുറയ്ക്ക് എന്തറിയാമായിരുന്നു? അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് നിങ്ങളൊരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് എന്തറിയാമായിരുന്നു ബേബിയെ കുറിച്ച്? ബേബിയെ കുറിച്ച് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആരാണ് ബേബി? ബേബി എന്ന് പറഞ്ഞാല് ബേബിയെ കുറിച്ച് അറിയേണ്ടതൊക്കെ അറിയാം. ബേബി എന്ന് പറഞ്ഞാൽ മറ്റു പല കഥകളും അറിയാം. അതെ, ആ കഥകളൊക്കെ നമ്മൾ മാറ്റി നിർത്തും. രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ അദ്ദേഹം രണ്ട് പക്ഷത്ത് നിന്ന് കളിച്ചിട്ടുള്ള ആളാണ്. പിണറായിക്കൊപ്പം നിന്ന് കളിച്ചിട്ടുണ്ട്, VS-നൊപ്പം നിന്ന് കളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒടുവിൽ അദ്ദേഹത്തിന് ഒരു ജില്ലാ സെക്രട്ടറി പോലും അദ്ദേഹത്തെ ആക്കിയിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് പിണറായി അടങ്ങുന്ന സംഘമാണത്. അതായത് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പിണറായി അടങ്ങുന്ന സംഘം ഈ പറയുന്ന ബേബിയെ ഒരു വേള ഒരു ജില്ലാ സെക്രട്ടറി പോലും ആക്കിയിട്ടില്ല. ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തെക്കാൾ എത്രയോ ജൂനിയർ ആണ്. അതായത് എന്താണ്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ബേബി നീക്കി. അതിന് പിന്നിൽ പിണറായിയുടെ കൈകളുണ്ട്. അപ്പൊ ആ പിണറായിയുടെ കൈകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇപ്പൊ ഈ പുഴത്തിൽ നടത്തുന്നു എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. അതായത് അടിത്തട്ടില് ഇയാൾ എന്തോ ആ ബേബി പറയുന്നത്, നിങ്ങൾക്കെതിരെ എത്രമാത്രം ക്രൂരമായ രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങളാണ് പിണറായി നടത്തിയിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയൊരു അവസരം കിട്ടിയിട്ട് അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കാതെ നിങ്ങൾ ഇപ്പൊ വാനോളം പുകഴ്ത്തുകയാണല്ലോ എന്ന് പല നല്ല സഖാക്കളും ഉള്ളിൽ ചോദിക്കുന്നുണ്ടാവും. ഗൗതമന് സമയമായില്ല. അതായത് പറയും, അപ്പം നമ്മൾ പ്രതികരിക്കും. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബേബി ഇപ്പം പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും പണിയേണ്ട ഘട്ടം വരുമ്പോൾ പണിയും. ആദ്യം ബേബി പാർട്ടി ഫോറത്തിൽ പണിയും, ദെൻ പാർട്ടി ഫോറം വിട്ട് പുറത്ത് പറയും. അതായിരിക്കും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ബേബിക്ക് പണിയാൻ അറിയാം, കാര്യത്തില് ഗെയിം നന്നായിട്ട് അറിയാം. അതെ.